ഹലോ ഗായ്സ്, നമുക്കൊന്ന് കോഴിക്കോട് പോയിട്ട് വന്നാലോ? ഇതെല്ലാ കൊല്ലം ഉണ്ടാവാറുള്ള യാത്ര കേട്ടോ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കൊരു യാത്ര. അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മെല്ലെ കോഴിക്കോട് ബീച്ചിലേക്ക് വിട്ടു കേട്ടോ. അവിടെയാണെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. ഞാനും അച്ഛനും അമ്മയും അനിയനും അച്ഛമ്മ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ എപ്പോൾ കടൽ കാണാൻ പോയാലും ഞാൻ കടലിൽ ഇറങ്ങാറുണ്ട് കേട്ടോ. ഇത്തവണ എന്തോ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഇവരെല്ലാം തെക്ക് വടക്ക് നോക്കി നിൽക്കുക കേട്ടോ. എന്നിട്ടും ഞാൻ വിട്ടില്ല കേട്ടോ. ഞാൻ വീണ്ടും വീഡിയോ എടുത്തു. അപ്പോൾ കണ്ടില്ലേ, നാല് വഴിക്ക്. പിന്നെ എന്താ നമ്മുടെ ബീച്ചിലെ സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ച, ഉപ്പിലിട്ട ഐറ്റംസ്. പിന്നെ നേരത്തെ വിഷമം തീർക്കാൻ വേണ്ടി എല്ലാവരുടെയും ചിരിച്ച മുഖം ഞാൻ അതിൽ പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം തുടങ്ങി കേട്ടോ. അതിനിടയിൽ അച്ഛൻ പറയാം, ഇനി എൻ്റെ അമ്മയുടെ വീഡിയോ എടുത്തതാണ്, അതിനെന്താ നമുക്കെടുക്കാമല്ലോ. കുറച്ചങ്ങ് എത്തിയപ്പോൾ അച്ഛമ്മ ഒരു പാറയിൽ ഇരിപ്പുറപ്പിച്ചു കേട്ടോ. അമ്മയും മോനും കടലാസ്വദിച്ച് നിൽക്കുക കേട്ടോ. അതിനിടയിൽ ഒരമ്മ വന്ന് അമ്മയുടെ കൈ നോക്കുക കേട്ടോ. അതിൽ പറയുന്നുണ്ട്, മൂത്ത കുട്ടി ഒരു പാവം, ഇളയവനൊരു സൂത്രശാലിയാണെന്ന്. ആ പാവം കുട്ടി കണ്ടോ ഞാൻ. ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അനിയനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചതാണ്. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടല്ലേ, എന്നാലും സാരില്ല, ഇവിടെ കിടക്കട്ടെ. പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ ബീച്ചിൽ പോയൊന്നും കഴിക്കാറില്ല, ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. കോളിഫ്ലവർ വറുത്തതും കാടമുട്ടയും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളും മെല്ലെ തിരിച്ചു പോകാൻ നോക്കുക കേട്ടോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് ഓരോ കൊല്ലത്ത് കിട്ടുന്നൊരു ഭാഗ്യം കേട്ടോ, എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര. ഇത് ഓണ്ടയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് കടൽ ഞങ്ങളോടൊപ്പം തന്നെ വരുമായിരുന്നു കേട്ടോ. പോകുന്ന വഴികളിലൊക്കെ ഞാൻ ഈ കടലിനെ പകർത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ കടൽ കണ്ടുകൊണ്ടിരിക്കാൻ. യാത്ര പിന്നെ ചെന്ന് അവസാനിച്ചത് ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. ഞാനും അനിയനും പൊറാട്ടയും ചിക്കൻ കറിയും അച്ഛമ്മയും അമ്മയും നെയ്റോസ്റ്റും ഒക്കെ കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ തിന്നുന്നതിന് മുന്നേ ആദ്യം തന്നെ അമ്മയുടെ നെയ്റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊരു പൊറാട്ടയെ വെച്ചിട്ടുള്ളൂ, ഒന്നനിയനും കൊടുത്തു. അവിടെ പിന്നെ എന്തും പൊക്കോളും, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞങ്ങളങ്ങനെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ട്. ഒന്ന് കുളിച്ച് കയറിയപ്പോഴാണ് ഒന്ന് ഉഷാറായിട്ടുള്ളത് കേട്ടോ. അപ്പം ശരി എന്നാൽ, ബൈ.